5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വളരെയേറെ വിവാദമായി സോഷ്യൽ മീഡിയയിൽ ഹാൻഡിലുകൾ കറങ്ങുന്ന ഒരു ചിത്രമാണ് നമ്മുടെ സ്വരാജിൻ്റെ കാറിൻ്റെ വിവാദം. അദ്ദേഹം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സ്വത്ത് വിവരങ്ങൾ കൊടുത്തപ്പോൾ 36 ലക്ഷം രൂപയുടെ ഒരു കാറിൻ്റെ കണക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായി ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ലേ, ഞാൻ ഭിക്ഷക്കാരനാണ്, പിച്ച എടുത്താണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ നമ്മൾ അൻവർ, മറ്റൊരു സ്ഥാനാർത്ഥി PV അൻവർ, അദ്ദേഹത്തിനും 56 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വത്ത് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. പലരുടെയും സ്വത്തിൻ്റെ വിവരം നമ്മൾ അറിയുന്നത് ഇലക്ഷൻ വരുമ്പോഴാണ്. ഈ പല പൊളിറ്റിക്കൽ ലീഡർമാരുടെയും സ്വത്തറിയുന്നത്. എൻ്റെ വിഷയം അതല്ല. ഈ 36 ലക്ഷം രൂപയുടെ കാർ വാങ്ങിയപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയകളിൽ, സോഷ്യൽ ഹാൻഡിലുകളിൽ, പ്രത്യേകിച്ച് BJPയുടെയും പിന്നെ നമ്മുടെ മുസ്ലിം ഹാൻഡിലുകളിലും അവരുടെ ഹാൻഡിലുകളിലും കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളിലുമൊക്കെ വലിയ വാർത്ത വന്നു. 36 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങാമോ? 36 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങാമോ വാങ്ങിക്കൂടെ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ 1 കോടിയുടെ കാർ വാങ്ങാമോ? ഇവിടെ പ്രശ്നം അതിന് മറുപടി പറഞ്ഞതാണ് ആര്? നമ്മുടെ പിന്നെ സ്വരാജിൻ്റെ മറുപടിയെ 2 ഭാഗമായിട്ട് എടുക്കാം. ഒന്ന്, എൻ്റെ ഭാര്യ ഒരു സംരംഭകയാണ്, അതുകൊണ്ടാണ് ഞാനത് ലോൺ എടുത്ത് ആലുവ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കാർ വാങ്ങിയിരിക്കുന്നത്. അതുവരെ ഓക്കെ. രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കാരണവശാലും അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, താത്വിക ആചാര്യനായിട്ട് വളർന്നു വരുന്ന ആളാണ്. VSനെ പോലും ശരിക്ക് തെറിയൊക്കെ പറഞ്ഞ് VSന് പിതൃശൂന്യനാണെന്നൊക്കെ പറയാൻ ധൈര്യം കാണിച്ച യുവ നേതാവാണ്. അപ്പോൾ വല്ലാത്തൊരു മുത്താണത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം 2ാം ഭാഗം പറഞ്ഞത് ശരിയായില്ല. 2ാം ഭാഗം എന്താണ് പറഞ്ഞത്? സോഷ്യൽ മീഡിയയോട് ചോദിച്ചിട്ട് ഞാൻ കാർ വാങ്ങണമെന്ന് അറിഞ്ഞില്ല. വിത്ത് ആൾ റെസ്പെക്റ്റ്, സോറി ടു സേ, സോഷ്യൽ മീഡിയ അറിയേണ്ടതുണ്ട് സ്വരാജ്. സോഷ്യൽ മീഡിയ അറിഞ്ഞില്ലെങ്കിലും സോഷ്യൽ ഓഡിറ്റ് ഉണ്ട് സ്വരാജ് മനസ്സിലാക്കുക. ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ, പൊതുരംഗത്ത് എവിടെ ഇറങ്ങിയാലും ഉണ്ടത്, പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അന്ന് മുതൽ അയാളുടെ നടത്തം, ഇടുന്ന ഡ്രസ്സ്, കഴിക്കുന്ന ആഹാരം, പോകുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടുള്ള സഞ്ചാരം, പിന്നെ വാങ്ങുന്ന കാറ്, വയ്ക്കുന്ന വീട്, ഇതെല്ലാം ജനങ്ങൾ തിരക്കും. മുഴുവൻ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാണ്. ഈ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. ആളുകൾ അഭിപ്രായം പറയും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദോരാതെ വാദിക്കുകയും ഭരണഘടനയ്ക്ക് വേണ്ടി വർത്തമാനം പറയുകയും ചെയ്യുന്ന സ്വരാജാണോ താങ്കൾക്കെതിരെ ഒരു വന്നപ്പോൾ ഇത്രയും അസ്വസ്ഥമായി മറുപടി പറഞ്ഞത്? സോഷ്യൽ മീഡിയയ്ക്ക് താങ്കൾ ആദ്യ ഭാഗം പറഞ്ഞത് ഓക്കെ, 2ാം ഭാഗം സോഷ്യൽ മീഡിയ പറയും. അത് സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് താഴെയും ആളുകൾ വന്ന് അവരുടെ കമൻറ്റ് പറയും. സ്വതന്ത്രമായി, അശ്ലീലമല്ലാത്ത ഭാഷയിൽ, സ്വതന്ത്ര ഭാഷയിൽ, നല്ല ഭാഷയിൽ ആർക്കും കമൻറ്റ് പറയും. അപ്പോൾ സോഷ്യൽ മീഡിയയോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സൊസൈറ്റിയോട് ചോദിക്കണം. സൊസൈറ്റി നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു സിനിമാ നടൻ വലിയ കാർ വാങ്ങിയാൽ ആരെ കൂടെ പോയാലും, എത്ര പേരെ കൂടെ എങ്ങോട്ട് പോയാലും ആരും അന്വേഷിക്കത്തില്ല. പക്ഷേ ഇവിടെ ഒരു സ്ത്രീ, ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീ ഒരു മന്ത്രിയുടെ കാറിൽ കൂടെ കയറിപ്പോയി എന്ന് പറഞ്ഞ പേരിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ട നാടാണ് ഇവിടെ. വല്ലാത്ത നാടാണ്. സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരാകുമ്പോൾ സോഷ്യൽ ഓഡിറ്റിൻ്റെ വീര്യം മറ്റുള്ളവരുടെ വീര്യം കൂടും. അവർ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും തീർച്ചയായിട്ടും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകും. ഇതിന് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ദേശാഭിമാനിയിലും ചിന്തയിലും പഴയ കാലത്ത് EMS എഴുതിയ കുറേ ലേഖനങ്ങളുണ്ട്. ഞാൻ കുറേ അധികം വായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈവശം എൻ്റെ ഇപ്പോൾ ഡോക്യുമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് അത് ഇടുമായിരുന്നു. കുറേ അധികം പിന്നെ തവണ EMS എഴുതിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആഡംബര ജീവിതമാവാമോ, വലിയ കെട്ടിടം വയ്ക്കാമോ, വലിയ കാർ വാങ്ങാമോ, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് EMSനോട്. EMS അതിന് വളരെ കൃത്യമായ മറുപടികളും പറഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങളിൽ തന്നെ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം സമൂഹത്തെ കാണേണ്ടത്, ഏത് കാലത്തായാലും, ആഗോളവൽക്കരണത്തിൻ്റെ കാലത്തായാലും, പുതിയ കാലത്തായാലും, കോർപ്പറേറ്റ് യുഗത്തിലായാലും, ഏത് കാലത്തായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ EMSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പുറത്ത് ഒരു തേർഡ്, ഒരു 3ാം കണ്ണുണ്ടായിരിക്കും, ഒരു സാമൂഹ്യ കണ്ണ്, ഒരു സോഷ്യൽ ഐ ഉണ്ടായിരിക്കുമെന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും വലിയ കാർ വാങ്ങാമെന്ന് അങ്ങനെയല്ല. രാഷ്ട്രീയ രംഗം പൊതുരംഗമാണ്, പൊതുപ്രവർത്തന രംഗമാണ്. അവിടെ ഭാര്യയ്ക്ക് അതിന് പ്രശ്നമുണ്ട്. ഭാര്യ ചെയ്യുന്ന ജോലി വലിയ വിഷയമാണ്. മദ്യവ്യവസായം നടത്താൻ പറ്റുമോ? മറ്റ് വ്യവസായങ്ങൾ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഭാര്യ, മക്കൾ, കുടുംബം, ഇതെല്ലാം അവർ സ്വകാര്യ വ്യക്തിയാണ്, സിംഗിളാണെന്നൊക്കെ പറയാം. അതൊക്കെ വേറെ ന്യായങ്ങളാണ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം
കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ വയ്ക്കുന്ന കാറ്, വയ്ക്കുന്ന വീട്, ഇതിൻ്റെ എല്ലാം ആസ്തി എവിടെ നിന്ന്. ഇപ്പോൾ ലോൺ എടുത്തു, ലോണൊക്കെ എല്ലാവരും എല്ലാ ബിനാമി പരിപാടികളൊക്കെ ലോൺ എടുത്ത് തന്നെ ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് ലോൺ അടയ്ക്കുകയും ചെയ്യും. പക്ഷേ ആ പൈസ കൊടുക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും, ലോണൊക്കെ അടയ്ക്കണ വേറെ ഏതെങ്കിലും മുതലാളിയായിരിക്കും, അല്ല സ്വന്തമായിട്ട് അധ്വാനിച്ചൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഇത് ഞാൻ സ്വരാജ് അങ്ങനെ ചെയ്യുന്നൊന്നും പറയുന്നതല്ല. പിന്നെ ഇലക്ഷൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്തത്, ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ സ്വരാജ് പറഞ്ഞതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞ് ഈ വീഡിയോ ചെയ്തിട്ട് വീഡിയോയുടെ സബ്ജക്റ്റിന് പ്രസക്തി ഇല്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. സ്വരാജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് വളരെ കൃത്യമായി സ്വരാജ് സോഷ്യൽ മീഡിയയോടും ഉത്തരം പറയണം. സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അറിഞ്ഞിരിക്കേണ്ട ഒരു ബാലപാഠമാണ്. സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാകും പൊതുപ്രവർത്തകരുടെ പുറത്ത് എന്ന് ഉള്ളത് തീർച്ചയാക്കി വെച്ചോളൂ.